Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മുഴുവൻ കഥയും എന്നോട് പറ. മുഴുവൻ കഥയും എന്നോട് പറ. Tell me the whole story. Tell me the whole story. WHOLE. whole അതായത് മുഴുവൻ. Tell me the whole story. മുഴുവൻ കഥയും. എനിക്ക് മുഴുവൻ കഥയും അറിയില്ല. എനിക്ക് മുഴുവൻ കഥയും അറിയില്ല. I don't know the whole story. I don't know the whole story. എന്നാൽ നിനക്ക് അറിയാവുന്നത് പറ. എന്നാൽ നിനക്ക് അറിയാവുന്നത് പറ. Then tell me what you know. Then tell me what you know. What you know. നിനക്ക് അറിയാവുന്നത് tell me എന്നോട് പറയൂ. എനിക്ക് അതേക്കുറിച്ച് അധികമൊന്നും അറിയില്ല. അതേക്കുറിച്ച് അധികമൊന്നും അറിയില്ല. I don't know much about it. I don't know much about it. Much about it എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് അധികമൊന്നും. I don't know. എനിക്കറിയില്ല. എനിക്ക് അതേക്കുറിച്ച് അത്ര അധികമൊന്നും അറിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു വേരിയേഷൻ ആണ് ഇവിടെ. എനിക്ക് അതേക്കുറിച്ച് അത്ര അധികമൊന്നും അറിയില്ല. I don't know that much about it. നേരത്തെ നമ്മൾ I don't know much about it എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു that അല്ലെങ്കിൽ to എന്ന വാക്ക് ചേർക്കുന്നു. I don't know that much about it അല്ലെങ്കിൽ I don't know too much about it. അതായത് എനിക്ക് അത്ര അധികമൊന്നും അറിയില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത് എന്താണോ അത് ഞാൻ പറയാം. എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത് എന്താണോ അത് ഞാൻ പറയാം. I will tell whatever I know about it. I will tell whatever I know about it. Whatever I know എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നത് എന്തൊക്കെയാണോ I will tell. ഞാൻ പറയാം. നീ മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചുവെക്കുകയാണ്. നീ മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചുവെക്കുകയാണ്. You are deliberately hiding it from me. You are deliberately. മനഃപൂർവ്വം അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് എന്ന് പറയുന്നതിനെ deliberately എന്നാണ് പറയുക. You are deliberately hiding it from me. Hiding എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല. I can't tell everything. I can't tell everything. അപ്പോൾ നീ അവളോട് പറഞ്ഞല്ലോ. അപ്പോൾ നീ അവളോട് പറഞ്ഞതോ. അതായത് നേരത്തെ അയാൾ പറയാണ് I can't tell everything. എനിക്ക് എല്ലാം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ നീ അവളോട് പറഞ്ഞതോ അല്ലെങ്കിൽ നീ അവളോട് പറഞ്ഞല്ലോ. Then how come you told her? Then how come you told her? How come എന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ്. അപ്പോൾ നമ്മൾ ഹൗവിനെയും കമ്മിനെയും വേർതിരിച്ചിട്ടല്ല അതിന്റെ അർത്ഥം നോക്കേണ്ടത്. ഹൗ കം രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഹൗ കം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നീ അവളോട് എങ്ങനെയാ പറഞ്ഞതപ്പോ എന്ന് ചോദിക്കുന്ന ആ ഒരു കാരണത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് then how come you told her. അതായത് എന്നോട് പറയാൻ പറ്റാത്തൊരു കാര്യം നീ എങ്ങനെ അവളോട് പറഞ്ഞു. ഹൗ കം. നിനക്ക് അവളോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് എന്നോടായിക്കൂടാ. നിനക്ക് അവളോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് എന്നോടായിക്കൂടാ. If you can tell her, why not me? If you can tell her, നിനക്ക് അവളോട് പറയാമെങ്കിൽ why not me? എന്തുകൊണ്ട് എന്നോടായിക്കൂടാ. എന്നോട് പറയുന്നതിൽ എന്താണ് തെറ്റ്. എന്നോട് പറയുന്നതിൽ എന്താണ് തെറ്റ്. What is wrong in telling me? What is wrong in telling me? In telling me പറഞ്ഞാൽ എന്നോട് പറയുന്നതിൽ what is wrong എന്താണ് തെറ്റ്. പക്ഷേ അവളോട് പറഞ്ഞതെല്ലാം നിന്നോട് പറയാൻ പറ്റില്ല. പക്ഷേ അവളോട് പറഞ്ഞതെല്ലാം നിന്നോട് പറയാൻ പറ്റില്ല. But I can't tell you everything I told her. But I can't tell you everything I told her. I can't tell you എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ ഒക്കത്തില്ല. Everything I told her. അവളോട് പറഞ്ഞതെല്ലാം നിന്നോട് പറയാൻ എനിക്ക് പറ്റില്ല. എന്താണ് കാരണം? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് കാരണം. What is the reason? What is the reason? അല്ലെങ്കിൽ what's the reason? കാരണം എന്താണെന്ന് എന്നോട് പറയാമോ. കാരണം എന്താണെന്ന് എന്നോട് പറയാം. Can you tell me the reason? അല്ലെങ്കിൽ can you tell me reason why? അപ്പോ can you tell me the reason? കാരണം എന്താണെന്ന് എന്നോട് പറയാമോ. അല്ലെങ്കിൽ why ചേർക്കാം നമുക്ക് എൻഡിൽ. Can you tell me the reason why? അതായത് why you cannot tell me എന്ന ചോദ്യത്തിന്റെ അതേ അർത്ഥമാണ് നമ്മൾ why എൻഡിൽ ചേർക്കുമ്പോൾ. ഓക്കെ, സോ can you tell me why അതും why can't you tell me എന്നതും സെയിം ആണ്.
So you don't have belief in me. So you don't have belief in me. You don't have belief in me എന്ന് പറഞ്ഞാൽ എന്നിൽ നിനക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ എൻ്റെ മേൽ വിശ്വാസമില്ല. ബിലീഫ് ഇൻ മീ. യു ഡു നോട്ട് ഹാവ് ബിലീഫ് ഇൻ മീ. നിനക്ക് എൻ്റെ മേൽ അല്ലെങ്കിൽ എന്നിൽ വിശ്വാസമില്ല. ഇനി മുതൽ ഞാനും നിന്നോട് ഒന്നും പറയില്ല. ഇനി മുതൽ ഞാനും നിന്നോട് ഒന്നും പറയില്ല. Hereafter I too will not tell you anything. Hereafter ഇതിന് ശേഷം അല്ലെങ്കിൽ ഇനി മുതൽ I too will not tell you anything. I too ഞാനും will not tell you anything. നിന്റെ അടുക്കൽ ഒന്നും തന്നെ anything പറയത്തില്ല. Hereafter I too will not tell you anything. അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.